കൂട്ടുകാരി, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ ഞാൻ ഒരു ഹൊറർ ഗെയിം സീരീസാണ് തുടങ്ങുന്നത്. അപ്പോൾ ആ ഹൊറർ ഗെയിം സീരീസിൽ ഞാൻ ഏറ്റവും തന്നെ കളിക്കാൻ പോകുന്നത് എല്ലാവർക്കും അറിയാവുന്ന, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു ഗെയിമാണ് ഗ്രാനി. എല്ലാവർക്കും അറിയാവുന്നൊരു ഗെയിമായിരിക്കും കേട്ടോ. അറിയാത്തവരെല്ലാം ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ നമുക്ക് പ്ലേനക്ക് നമുക്ക് കളിക്കാൻ തുടങ്ങാം. അപ്പോൾ ഞാൻ ഇവിടെ ഡിഫിക്കൽട്ടി എക്സ്ട്രീം വേണ്ട, പ്രാക്ടീസ് എടുക്കാം. കാരണം ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു ഗെയിം കളിക്കുന്നത്. എനിക്കും തോന്നുന്നത് നിങ്ങളും ഏറ്റവും ആദ്യമായിട്ടാണ് കളിക്കുന്നതെങ്കിൽ പ്രാക്ടീസ് എടുക്കുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. മ്യൂസിക്കും ഡാർക്ക് എക്സ്ട്രാ ലോക്സ് നൈറ്റ് മെയർ, എനിക്ക് മ്യൂസിക് മാത്രം മതി, എനിക്ക് വേറെ ഒന്നും വേണ്ട. അപ്പോൾ ഡിഫിക്കൽട്ടി പ്രാക്ടീസിൻ്റെ കുറച്ച് കാര്യങ്ങളെല്ലാം ഇവിടെ എഴുതിയിട്ടുണ്ട്. ഗ്രാനി ഈസ് നോട്ട് ഹോം, നൗ യു ക്യാൻ എക്സ്പ്ലോർ ദി ഹൗസ് ബട്ട് നോട്ട് കംപ്ലീറ്റ്ലി ഫ്രീ ഫ്രം ഡേഞ്ചേഴ്സ്. അപ്പോൾ ഇവിടെ ഗ്രാനി ഉണ്ടാവില്ല വീട്ടിൽ, നിങ്ങൾക്ക് വീട് മുഴുവൻ ചുറ്റിക്കറങ്ങാം, പിന്നെ വേറെ കുറേ ഡേഞ്ചേഴ്സൊക്കെ ഉണ്ടാവും, അതിനെല്ലാം സൂക്ഷിക്കാമെന്ന്. അപ്പോൾ നമുക്ക് അതിന് വേഗം തന്നെ നമുക്ക് കണ്ടിന്യൂ ചെയ്യിക്കാമെന്ന് കളിക്കാൻ തുടങ്ങാം. ഇപ്പോൾ Day 1 ഇവിടെ എഴുതി കാണിക്കുന്നുണ്ട് കേട്ടോ. 8 തന്നെ ഒരു ഹൊററായിട്ടുള്ളൊരു സൗണ്ടാണ് കേൾക്കുന്നത്. ഇത് കളിക്കാൻ തുടങ്ങുന്നതിനേക്കാളും മുന്നേ എനിക്ക് നല്ല പേടിയുണ്ട്. നമുക്കിതിനകത്ത് പിന്നെ ഗ്രാനി ഇല്ലെങ്കിൽ ഹൈഡ് ചെയ്യാൻ പറ്റുമോ? പറ്റുമല്ലേ. ഇപ്പോൾ 8 തന്നെ ഇവിടെ എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ കണ്ടുപിടിച്ചാണ് നമ്മൾ പുറത്തു പോകേണ്ടത്. അപ്പം ഞാൻ 8 ഇതിൻ്റെ അകത്ത് എന്തെങ്കിലും ഉണ്ടോ നോക്കട്ടെ. ഇല്ല. അപ്പോൾ ഇതിൻ്റെ അകത്ത് എന്തോ എഴുതിയിട്ടുണ്ടല്ലോ, ലീവ് ദിസ് ഹൗസ്. ഇത് ഇങ്ങനെ തന്നെയാണോ ഹൗസ് എഴുതുന്നത്? ആ യു എഴുതിക്കുന്ന കാണുമ്പോൾ വ്യൂ പോലെയുണ്ട്. ഇനി അടുത്ത് നമുക്ക് ഈ കബോർഡ് നോക്കാം. കബോർഡിൽ പ്രത്യേകിച്ചൊന്നുമില്ല. നമുക്കെന്നാൽ ഈ റൂമിലേക്ക് പുറത്തോട്ട് പോകാം. നല്ല ഇൻറ്റീരിയർ ഒക്കെ ആണല്ലോ. ഏറ്റവും തന്നെ ഈ റൂമിലേക്ക് ഇതെന്നാ സാധനം? കാർ ബാറ്ററി. ഇതെന്തായാലും യൂസ് വരും, ഇപ്പോൾ എടുത്ത് വെച്ചേക്കാം. അപ്പം ഇവിടെ ഒന്നും പ്രത്യേകിച്ചൊന്നുമില്ല, ഇതെല്ലാം അടച്ച് തന്നെ വെച്ചേക്കാം. ഇവിടെ എന്തോ ഒരു വഴിയുണ്ട് തോന്നിട്ട് ഗൈസ്. അപ്പം ഞാൻ മുന്നോട്ട് ഉണ്ട്. ഞാൻ ഇവിടേക്ക് ഈ സാധനം വയ്ക്കാൻ പോകുന്നു. കാർ ബാറ്ററി എന്തേലും യൂസ് വരും, അപ്പം ഞാൻ അത് അവിടേക്ക് വെച്ചിട്ടുണ്ട്. 2 ഇതെന്താണ് ഇവിടെ 2 എന്ന് എഴുതിയിരിക്കുന്നത്? ഈ ഹാങ്ങർ യൂസ് വരും, നല്ലത് തോന്നുന്നല്ലേ. ഇനി അപ്പുറത്തെ റൂമിലൊന്ന് കയറാൻ നോക്കട്ടെ. ഇവിടെ എന്തോ ഉണ്ടല്ലോ. ഇവിടെ ഏതൊരു അമ്മച്ചി ചത്ത് കിടക്കുന്നു. ഇവിടെ എന്തത്? ഇവിടെ കുറേ ഫോട്ടോയും പിന്നെ ഒരു അമ്മച്ചിയൊക്കെ ചത്ത് കിടപ്പുണ്ട്. മേ ബി ഐ ക്യാൻ പിക്ക് സംതിങ് ഹിയർ. എന്തെങ്കിലും ആയിരിക്കട്ടെ, അത് നമുക്ക് ആ സാധനം കിട്ടുമ്പോൾ നോക്കാം. ഇനിയിപ്പോൾ എനിക്ക് താഴേക്ക് പോകേണ്ടി വരും. കാർ ബാറ്ററി ആയിരിക്കട്ടെ. ഇതെന്തത്? ഇവിടെ അപ്പം ഇങ്ങോട്ടൊന്ന് പോകേണ്ടത്. പാർട്ട് ഓഫ് എ ഷോർട്ട് കട്ട്. ഇത് ചിലപ്പോൾ യൂസ് എന്നുള്ളത് ഇത് ചിലപ്പോൾ ഇവിടെ വേറെ 2 സാധനങ്ങളുണ്ടല്ലോ. ടെഡി, വീൽ ക്രാങ്ക്, ഇതെല്ലാം ചിലപ്പോൾ യൂസ് വരും. അപ്പോൾ ഞാൻ വേഗം തന്നെ ഇത് മുന്നോട്ട് ഇവിടെ കളഞ്ഞിട്ട് ബാക്കിയുള്ള അടുത്ത സാധനങ്ങൾ കൂടി ഇവിടെ നിൽക്കട്ടെ.
അല്ല ഞാൻ എന്നത്തിന് അതെടുത്ത് വിട്ടിട്ടേ. ഇവിടെ ഒരു കബോർഡുണ്ട്. എന്തോ കെട്ടി സ്പാർക്ക് പ്ലഗ്. ഇത് ചിലപ്പോൾ ആവശ്യമുള്ളതായിരിക്കും. ഇതിന് തന്നെ സാധനം വെപ്പൺ കീ. ഇത് തുറക്കണമെങ്കിൽ വെപ്പൺ കീ എന്നുള്ള സാധനം. എന്നാൽ നമുക്ക് പിന്നെ നോക്കാം. അപ്പോൾ ഇത്രയും സാധനങ്ങൾ നമുക്ക് ഇത്രയും സാധനങ്ങൾ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഗൈസ്. ഇവിടെ ഒരു ടെഡി കിട്ടി, വീൽ ക്രാങ്ക്, കാർ ബാറ്ററി, പാർട്ട് ഓഫ് ഷോട്ട് ഗൺ, പിന്നെ സ്പാർക്ക് പ്ലഗ്. ഇതൊക്കെയാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്ന ഐറ്റംസ്. ഇനിയിപ്പോൾ നമുക്ക് താഴേക്ക് പോയി ഇനി എന്തൊക്കെയാണുള്ളതെന്ന് ചെന്ന് നോക്കിയിട്ട് വരാം. ഇവിടെ വേറെ സ്റ്റിക്കർ ഉണ്ട്. പാർട്ട് ഈ പീസസ് പെയിൻറ്റിങ്. ഇതാണ് ഇവിടെ ഒരു ടേബിള്. ഇത് നമുക്ക് എടുക്കാൻ പറ്റുന്നതല്ല. ഇതങ്ങോട്ട് ഇങ്ങോട്ട് താഴേക്ക് സ്റ്റെപ്പ്. ഇത് തുറക്കണമെങ്കിൽ നമുക്കൊരു സ്ക്രൂ ഡ്രൈവർ വേണം കേട്ടോ ഗൈസ്. അപ്പോൾ നമുക്ക് സ്ക്രൂ ഡ്രൈവർ എല്ലാം തപ്പി കണ്ടുപിടിച്ചിട്ട് നമുക്ക് ഇങ്ങോട്ട് കൊണ്ടുവരണം. ഇവിടെ കുറേ ഐറ്റംസ് ഉണ്ട് നമുക്ക് എടുക്കാൻ വേണ്ടി. അപ്പോൾ ഇത് നമ്മുടെ സ്റ്റോറേജ് ബോക്സിലേക്ക് കൊണ്ടുപോയി വെക്കാം കേട്ടോ. ഈ സാധനങ്ങളുടെ എല്ലാം അകത്ത് എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. അതെല്ലാം നമുക്ക് കണ്ടുപിടിക്കണം. കുറേ സാധനങ്ങളുണ്ട് നമ്മുടെ അടുത്ത്. പിന്നെ നമുക്ക് എടുക്കാൻ പറ്റുന്ന സാധനങ്ങളാണെങ്കിൽ ഇങ്ങനെ അത് മിന്നിത്തള്ളണം കേട്ടോ. നമ്മൾ അത് അവിടെ ഇത് എവിടെയായിരുന്നു ഇന്നേ അവിടെ നിന്ന് വിട്ടെത്തണില്ല, പക്ഷെ വേറെ അടുത്തുനിന്ന് അത് മിന്നിത്തള്ളണം. ഇതിന് അകത്തൂടെ നമുക്കിനി താഴെ നമ്മൾ എവിടെയോ എത്തിയല്ലോ. കട്ടിംഗ് പ്ലെയർ വേണം കേട്ടോ ഇവിടെ. ഇത് കട്ടിംഗ് പ്ലെയർ വെച്ച് നമുക്കിത് പറ്റുള്ളൂ. ഇതെന്തോ നടക്കുന്നുണ്ട്. ഗ്യാസോലിൻ ക്യാൻ. പിന്നെന്താ there are pieces missing. ഓ ഇത് മറ്റേ പെയിൻറ്റിങ് അല്ലേ? ആ പെയിൻറ്റിങ്ങിൻ്റെ അടുത്തോട്ട് പോകുന്നുണ്ട്. ഓ ഇതിന് സേഫ് കീ എന്ന് പറഞ്ഞ സാധനം വേണം. ബാക്കിയെല്ലാം നമ്മുടെ അടുത്തുണ്ടാവും ചിലപ്പോൾ നോക്കാലും. ഇതെന്നതാണ്? ഇങ്ങോട്ടൊരു വഴിയുണ്ട് കേട്ടോ ഗൈസ്. ഇതൊരു താഴോട്ടുള്ളൊരു വഴിയുണ്ട്. ഏറ്റവും മുന്നിൽ തന്നെ നമ്മളൊരു കബോർഡ് കണ്ടു. ഈ കബോർഡിൽ പ്രത്യേകിച്ചൊന്നുമില്ല. ഓ വാ ഒരു കാറ്. ഉള്ളാലേ എന്താ സൗണ്ട് കേട്ടെ? കാർ കീ. ആമോ ഷോട്ട് ഗൺ. ആ ഷോട്ട് ഗണ്ണിൻ്റെ ഒരു പീസും നമ്മുടെ അടുത്തില്ലേ? ഇതിനാ സാധനം എൻജിൻ പാർട്ട്, കാർ ബാറ്ററി. ഈ രണ്ട് സാധനങ്ങളും ഈ കാർ ബാറ്ററിയും സ്പാർക്ക് പ്ലഗ് കൊണ്ടുകൊടുക്കുന്നുണ്ടല്ലോ. ഇതെന്നാ സാധനം? ഷോട്ട് ഗണ്ണിൻ്റെ പാർട്ട്. ഇത് ഞാൻ വേഗം പോയി അവിടെ കൊണ്ടുപോയി വയ്ക്കട്ടെ. അത് തന്നെ പോകും അല്ലേ. അപ്പോൾ ഇത് കൊണ്ടുപോയി മേളിലും വെക്കണം. എന്നിട്ട് മറ്റേ ആ സ്പാർക്ക് പ്ലഗും പിന്നെ പാർട്ട് ഓഫ് ദി മറ്റേ സാധനവും ഈ സ്റ്റെപ്പ് എങ്ങോട്ടാണ് പോകുന്നത് നോക്കിയിട്ട് വരട്ടെ ഗൈസ്. ഇത് നമ്മുടെ അവിടെ മേളിലേക്കുള്ള വഴിയല്ലേ? ഇവിടെ ഇങ്ങനെ ഒരു റൂമൊക്കെ ഉണ്ട് അല്ലേ? ഇതെന്താണ്? കട്ടിംഗ് പ്ലെയർ. ഇതിനും വേണം കട്ടിംഗ് പ്ലെയർ. പിന്നെ ഐൽബി ബാഗ് സൂൺ. ഇതിന് ഹാമർ വേണം. ഇതിന് പാഡിലൊക്കെ, ഇതിന്
പാഡിലൊക്കെ കോഡ്. അപ്പോൾ ഇത് എന്നതാ ട്രിപ്പിൾ സെക്യൂരിറ്റീനേക്കാളും ഭയങ്കര സെക്യൂരിറ്റിയാണ് കേട്ടോ. ഇവിടെ എന്തോ സ്പെഷ്യൽ കീ. ഒരു ഡോറാണ് കേട്ടോ. ഇവിടെ കുറേ ടൈപ്പ് ഡോറുണ്ട്. എന്തോ സാധനം, ഷോട്ട് ഗൺ. ഒന്നുമില്ല. അപ്പോൾ വേഗം ഈ ഡോർ അടിക്കാം. ഇവിടെ എന്തൊരു സാധനം ഉണ്ടല്ലോ, കോഡ്, പാഡിലോ കോഡ്. മറ്റേ ആ സാധനം തുറക്കാനുള്ളതല്ലേ ഇത്. എന്നാൽ ഈ സാധനം ഇവിടെ ഡ്രോപ്പ് ചെയ്യാം. എന്നിട്ട് ഈ പാഡിലൊക്കെ കോഡ് വെച്ച് വേഗം കോഡ് വെച്ച് തുറക്കാം. ഞാനിത് തുറന്നു കിട്ടി. ഇനിയുണ്ട് പാഡിലൊക്കെ കീ. ഇനിയും ട്രിപ്പിൾ സെക്യൂരിറ്റിയാണ്. ഇനിയിപ്പോൾ ഇതാവശ്യമില്ല. അപ്പോൾ ആവശ്യമില്ലാത്തതുകൊണ്ട് ഇത് ഇവിടെ കിടക്കട്ടെ. ഈ സ്പെഷ്യൽ കീയൊക്കെ എടുത്തു വയ്ക്കണം. വെള്ളേക്ക് വേഗം പോട്ടെ. ഇനി പീസ് ഓഫ് പെയിൻറ്റിങ്ങും വെച്ച് ഞാൻ വേഗം താഴെ പോട്ടെ. നമ്മളിതിലെ കൂടെ വരുമ്പോൾ നമ്മളെല്ലാ വഴികളും ഇവിടുത്തെ ഓർമ്മിച്ച് വയ്ക്കണം. അതാണ് ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ്. നമ്മൾ വരുമ്പോഴത്തേക്ക് ഇത് തന്നെത്താനെ അത് ആയിക്കോളൂ കേട്ടോ. അതാണ് അതിനേക്കാളും മെയിൻ ഹൈലൈറ്റ്. ഇതിൻ്റെ ഈ കീയുടെ വേറെന്തായിരുന്നു? ഇത് സേഫ് കീ ഉണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മുടെ മറ്റേ ആ കീൻ്റെ വേറുണ്ടല്ലോ അല്ലേ. ഇനി എനിക്ക് മേളിൽ പോയിട്ട് കാർ ബാറ്ററി, സ്പാർക്ക് പ്ലഗ്. അപ്പോൾ ഞാനിനി ഈ ഗെയിം നിർത്തുവാണ് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്കിപ്പോൾ ഈ ഗെയിം കളിച്ച് മടുത്തു. നിങ്ങൾക്കും ചിലപ്പോൾ കളിച്ച് മടുക്കാൻ സാധ്യതയുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് കുറേ സാധനങ്ങൾ കണ്ടുപിടിച്ചാലേ നമുക്ക് ഇവിടുന്ന് രക്ഷപ്പെട്ടു പോകാൻ പറ്റും. അതുകൊണ്ട് നമുക്ക് ഭയങ്കര കഷ്ടപ്പാടാണ്. അപ്പോൾ എല്ലാവരും മടുത്തു പോകും കേട്ടോ. അപ്പോൾ ഇത്രേ ഉള്ളൂ എൻ്റെ വീഡിയോ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പുതിയ വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ബൈ.